ഈശോയിലെ എന്ന് പറയുന്നവരെ ഇന്ന് ജനുവരി 20 സഭയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തില് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കാൻ എന്നവണ്ണം സഭ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭ നമ്മളോട് പറയുകയാണ്, ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുകയും എന്നാൽ അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവന് നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് എറിയാനായിട്ട് അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറയുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഈശോയെ കുറിച്ചാണ് പറയുന്നത്. ഈ മരണത്തിനപ്പുറത്തെ വിധി അത് പുറപ്പെടുവിക്കാനായിട്ട് അധികാരമുള്ളവൻ ഈശോ മാത്രമാണ്. അപ്പോൾ ഈശോയെ ഭയപ്പെടണമെന്നാണ് ആത്യന്തികമായിട്ട് ഈ ഒരു വചനഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ. നമ്മുടെ പലരുടെയും ജീവിതത്തിലെ വലിയൊരു ടെൻഷൻ അല്ലെങ്കിൽ ആകുലതയൊക്കെ വരുന്നത് എപ്പോഴാണ്? എന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ടി ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിലയില്ല എന്ന് മനസ്സിലാകുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പതിയെ നിരാശയൊക്കെ വന്നു തുടങ്ങും. ഈശോ പറയുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. കാരണം കുഞ്ഞു കാര്യങ്ങളെ പോലും അതീവ ശ്രദ്ധയോടെ പരിപാലിക്കുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ അവന്റെ മുമ്പിൽ എത്രയോ വിലമതിപ്പുള്ളവരാണ് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഈശോ ഒരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. 2 നാണയത്തൊട്ടിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള, അത്രയും വില കുറഞ്ഞ കുരുവികളെ പോലും ദൈവം ഇത്രമാത്രം പരിപാലിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ ദൈവത്തിന് മുമ്പിൽ വിലയുണ്ട് എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിന്, എന്റെ ആത്മാവിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. വളരെ ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇത് തന്നെയാണ്. ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും, ആരുടെ മുമ്പിലൊക്കെ എനിക്ക് വിലയില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിന് മുമ്പിൽ എനിക്ക് വിലയുണ്ട്. ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ യോഹന്നാൻസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അപ്പന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് തന്റെ മകനെ അല്ലെങ്കിൽ മകളെ എത്രമാത്രം സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ അതിനേക്കാളൊക്കെ ഏറെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ എനിക്ക് വിലയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.